അവിടെ ഉണ്ടോയെന്ന് നോക്കാൻ പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ ഒരു ബൈക്കുകാരൻ അവിടെ വന്ന് കറങ്ങി ഇങ്ങോട്ട് വന്ന് ഈ കടയിൽ ആളാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. ഒരു വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു കുപ്പി വെള്ളം ചോദിച്ചു, കൊടുത്തു. പൈസ തന്നു. അതിൻ്റെ ബാക്കി ചില്ലറ കൊണ്ട് കൊടുത്തു. എന്നിട്ട് അവൻ സിഗരറ്റ് ചോദിച്ചു. സിഗരറ്റും കൊടുത്തു കഴിഞ്ഞിട്ട് സാധാരണ പോകുന്ന വഴി ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എത്ര കിലോമീറ്റർ ചോദിച്ചു. ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിന്ന് ചെയ്തു. നമുക്കറിയത്തില്ലല്ലോ ഇനി എന്തോ പ്രശ്നമെന്ന്. അങ്ങനെ പിന്നെ അവൻ പറഞ്ഞു കപ്പലണ്ടി ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന്. 20 രൂപയുടെ കപ്പലണ്ടി ചോദിച്ചു. അവനെ തൂക്കിക്കൊണ്ട് നിന്നതാണ്. നോക്കിക്കൊണ്ട് കുഞ്ഞ് നിന്നപ്പോഴത്തേക്ക് അവൻ ഇവിടുന്ന് ചാടി എൻ്റെ കഴുത്തിന് കയറി പിടിച്ചത് എനിക്ക് അറിയാം. കഴുത്തിന് പിടിച്ചിട്ട് അവ ഇറങ്ങി ചാടി. അന്നേരം ഞാനും പെട്ടെന്ന് ഇവിടെ പിടിച്ചായിരിക്കും. പിന്നെ അവൻ്റെ കൂടെ ചെന്ന് എൻ്റെ മാല പൊട്ടിച്ചോടാ കള്ളനാണോടാ നീ എന്നും പറഞ്ഞു. ഞാൻ അവിടെ കിടന്ന് ആ കള്ളൻ വരുന്നേ എൻ്റെ മാല പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് പോയി. പിന്നെ അങ്ങനെ അപ്പോഴത്തേക്ക് അവൻ ഇവിടുന്ന് വിട്ട് ഓടി തെക്കോട്ട് ഓടി. അങ്ങനെ അവിടെയൊക്കെ ഉള്ളവരൊക്കെ ഇറങ്ങി, കൊച്ചുങ്ങളൊക്കെ കുറേ ബൈക്ക് എടുത്തുകൊണ്ടൊക്കെ ഓടി. എന്നിട്ടൊന്നും അവനെ കിട്ടിയില്ല. പിന്നെ ഉടനെ പിന്നെ ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ പുനലൂരായിരുന്നു. അവനും അവിടെ വന്ന് കൊച്ചുങ്ങളൊക്കെ വീട്ടിൽ ജോലി ചെയ്ത് പിന്നൊക്കെ തിരിച്ചു കയറി വന്നു. അങ്ങനെ പോലീസൊക്കെ രണ്ടിടത്തുനിന്നും വന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചു. ക്യാമറ ഇട്ട് നോക്കി. അവൻ്റെ ബൈക്കും ക്യാമറയൊക്കെ ഇതൊക്കെ അവനെയും കണ്ടു. പിന്നെ അവൻ്റെ ബൈക്കിൻ്റെ നമ്പർ കിട്ടിയിട്ടില്ല. അത് അറിയുന്നില്ല. അന്വേഷിക്കാമെന്ന് പറഞ്ഞവർ തീർച്ചയായിട്ടും പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊട്ടാരക്കര പോലീസ്. വേറെ ആർക്കും ഇതുപോലുള്ള ഒരു അനുഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ. നമുക്ക് പറ്റിയ അനുഭവം നമ്മളെ കൊന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ കൊച്ചുങ്ങൾക്ക് ഉടനുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ വിഷമം ഇല്ലെന്നല്ല, നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ഇല്ലയോ. അകത്ത് എവിടെ വെച്ചായിരുന്നു സംഭവം? കപ്പലിൻ്റെ ഇവിടെ ഇരുന്ന് എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ നിന്ന് തൂക്കിക്കൊണ്ട് തന്നെ. എന്നിട്ട് ഇതിനകത്ത് ഇത് നോക്കി തൂക്കം നോക്കി ഇങ്ങനെ തൂക്കം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു അടി ഒറ്റപ്പിടി പിടിച്ചിട്ട് അങ്ങ് ചാടുവാണേ. ചാടി അങ്ങ് ചെന്ന് ബൈക്കിൽ കയറിയിരുന്നു. ഞാൻ പറഞ്ഞു നീ എൻ്റെ മാല പൊട്ടിച്ചിട്ടാണോടാ നീ കയറി എൻ്റെ മാല ചാടാൻ മര്യാദക്ക് ചാടാന്ന് പറഞ്ഞ് അവനെ ഇങ്ങനെ ഒരു ഇടി അങ്ങ് ഇടിച്ചു പോയിട്ടില്ല. ഇടിച്ചിട്ട് അവൻ എന്നെ ദർശിച്ചൊരു നോട്ടം അങ്ങ് നോക്കിയപ്പോൾ അവനങ്ങ് പോയി. നമ്മളെന്തോ ചെയ്യാനൊക്കെ ഓടി ഞാൻ അങ്ങ് വരെ എല്ലാ വീടിൻ്റെ അവിടെ വരെ ഓടി. അപ്പോഴത്തെ ഞാൻ അങ്ങ് തളർന്ന് വീണു പോയി. അയ്യോ വേടം നിർത്താൻ അങ്ങ് പോയില്ലയോ. അവിടെ നിന്നവരൊക്കെ പോലും കിട്ടില്ല. അവൻ ആരാണ്ട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് കുറേ ആൾ വരുന്നെന്ന്. ആരാണ്ട് വിളിച്ചു പറഞ്ഞു അവൻ കള്ളനെ പിടിച്ചെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞ് പുറകെ വരുന്നെന്ന്. പുറമോട്ട് കൈ കാണിച്ച് കുറേ വരുന്നെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് വിട്ടു. 2 പവനുണ്ടായിരുന്നു. അത് 9 ഗ്രാം അവന് കിട്ടി. പിന്നെ ഇച്ചിരി ഇവിടെ കിടന്നിരുന്നു. ഞങ്ങൾ വന്നിട്ട് നോക്കിയപ്പോൾ ഉണ്ടില്ല, ഇവിടെ കിടന്നിരുന്നു. ശരി 6 ഗ്രാം എൻ്റെ അമ്മക്ക് കിട്ടി. ആവശ്യം അവനെ പിടിക്കണം, എൻ്റെ സാധനം കിട്ടണം. കിട്ടിയില്ലേലും വേണ്ട വേറെ ഒരാൾക്ക് ഈ അനുഭവം ഉണ്ടാകാതെ അമ്മമാരെ പിടിച്ച് എന്തെങ്കിലും ചെയ്യണം. ഇനി മേലെ ഒരുത്തൻ്റെ മുഖത്തിൽ പൊട്ടിക്കാൻ അമ്മമാരെ അനുവദിക്കരുത്. ഇത്ര തടിമാടന്മാർക്ക് എന്തെല്ലാം പണികൾ കിടക്കുന്നു. മനുഷ്യനെ മോട്ടിച്ച് കഷ്ടപ്പെട്ട് മുതലാന്ന് കൊണ്ടുപോയി തിന്നാൻ നോക്കുന്നവന്മാർ. ഹെൽമെറ്റും ഉണ്ടായിരുന്നു, മാസ്കും ഉണ്ടായിരുന്നു. ആളിനെ മുഖം അറിയാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് മുഖം അറിയാൻ പറ്റിയില്ല. ഹെൽമെറ്റ് വെച്ചിരുന്ന മാസ്ക് വെച്ചേക്കുക. കറുത്ത അതല്ല, നല്ലൊരു തടിയും നീളമുള്ള ഒരു തടിയനായിരുന്നു. ഷർട്ടിൻ്റെ മേളിലൊരു കോട്ട് ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ പുറത്ത് ചാടി ജോലി ചെയ്യുന്നവൻ്റെ കണക്ക്